അലൈഹി വസല്ലം പറയുന്നു, അതിനുള്ള മാർഗം തമസ്സക് ബിൻ നബിയ്യി വകുല്ലു സഅബിൽ യഹൂനു ഇദാ തമസ്സക ബിൻ നബിയ്യി. റസൂലുള്ളാഹിനെ പിടിച്ചോളൂ. കാരുണ്യത്തിന്റെ നേതാവ്, ആ നേതാവിനെ പിടിക്കാൻ കഴിഞ്ഞാൽ തമസ്സക് ബിൽ നബിയ്യി വകുല്ലു സഅബിൽ, ഏത് വലിയ പ്രശ്നങ്ങളും മുസ്ലിമീങ്ങൾ റസൂലുള്ളാഹിനെ മുറുകെ പിടിക്കാൻ കഴിഞ്ഞാൽ, നബി തങ്ങളെ പിടിക്കാൻ കഴിഞ്ഞാൽ ഏത് വലിയ പ്രശ്നങ്ങളും മഞ്ഞുപോലെ ആയിത്തീരുന്നതാണ്. വീട്ടിൽ വിഷമമുള്ള എന്റെ സഹോദരങ്ങളെ, കുടുംബത്തിൽ പലതുകൊണ്ടും രോഗം കൊണ്ടും മറ്റും വിഷമിക്കുന്ന എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, പുന്നാര തങ്ങളെ പിടിക്കാനുള്ള ആ ഒരു മനസ്സ് മുൻഗാമികൾക്കുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മുഅവ്വിദ് റളിയല്ലാഹു അൻഹു എന്ത് വിഷമമുണ്ടോ ഓടി വരുന്നു ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഓടി വരുന്നു. കഅബത്തിന്റെ താഴ്ഭാഗത്ത് നിൽക്കുമ്പോ അബൂജഹൽ എന്ന ദീനിന്റെ ശത്രു മൂർച്ചയുള്ള കത്തിയെടുത്തിട്ട് ബഹുമാനപ്പെട്ട മുഅവ്വിദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലേക്ക് ഉരുവിട്ട് ആ കയ്യതാ ആടിക്കളിക്കുന്നു. ഓടി വന്നിട്ട് യാ റസൂലല്ലാഹ്, എന്താ സ്വഹാബത്തിനുള്ളത്, അവർക്ക് എന്ത് പ്രശ്നമുണ്ടോ? പുന്നാര തങ്ങളുടെ അരികിലേക്ക് വരും. അതല്ലദീ ഇദ് ദഅ ജാഅത് ലഹു ശജറു തജറു അസ്ലല്ലാഹ സഅയൻ അലാ അജരി. വൃക്ഷങ്ങളെ മാടി വിളിക്കുന്ന നേതാവ് മരങ്ങളെ മാടി വിളിക്കുമ്പോ പേരുകൾ വലിച്ചുകൊണ്ട് ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ പുന്നാര തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, റസൂലുള്ളാഹിക്ക് സലാം പറയുന്നു. ഹാദല്ലദീ സബ്ബഹൽ ഹസാബി റാഹതിഹി വല്ലബ്തു കല്ലമഹു ജഹ്റൽ മഅൽ ജമലി. ഒട്ടകങ്ങളെ മാടി വിളിക്കുമ്പോ ഒട്ടകങ്ങൾ വരുന്നു, അതുപോലെ തന്നെ വൃക്ഷങ്ങളെ മാടി വിളിക്കുമ്പോ കയ്യിലുള്ള മണൽത്തരികൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. വല്ലാത്ത അത്ഭുതങ്ങൾ കാണിക്കുന്ന നേതാവ്, അവരുടെ അരികിലേക്കാണ് സ്വഹാബത്ത് ഓടി ചെല്ലുന്നത്. മുഅവ്വിദ് തങ്ങൾ യാ റസൂലല്ലാഹ് എന്നങ്ങ് പറഞ്ഞപ്പോ എന്തു പറ്റി മോനെ? അബൂജഹൽ എന്റെ കയ്യിന്ന് വെട്ടിപ്പോയി. ആ കയ്യതാ തൂങ്ങിക്കളിക്കുമ്പോ പുന്നാര തങ്ങളുടെ ഉമനീരെടുത്തുകൊണ്ട് അവിടെ അങ്ങ് പുരട്ടിയപ്പോ ഓപ്പറേഷന്റെ അടയാളമില്ല. സ്വഹാബികൾ ഏത് ഘട്ടത്തിലും എന്തൊരു സമയത്തും ചൊല്ലുന്നത് നബി തങ്ങളുടെ അരികിലേക്കാണ്. ആ റസൂലുള്ളാഹ് പറയാ, സ്വല്ലൂ അലയ്യാ. മുസ്ലിമീങ്ങളെ, എന്റെ ഉമ്മത്ത് അവിടുത്തെ സ്നേഹനിധികളോട്, ആശിഖീങ്ങളോട്, ഉമ്മമാരെ നിങ്ങളെ വിളിച്ചുകൊണ്ട് കാരുണ്യത്തിന്റെ നേതാവ് പറയുന്നു, എന്റെ അരികിലേക്ക് സ്വലാത്ത് ചൊല്ലിക്കോ. സ്വല്ലൂ അലയ്യാ, നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ വീട്ടിൽ പൈശാചികമായ ശർറ് ഉണ്ടാവില്ല, ശൈത്താൻ വരില്ല, സിഹറിനെ തൊട്ട് രക്ഷപ്പെടാം. ഫഇന്ന സ്വലാത്തക്കും അലിയ സകാത്തുൽ ലക്കും, എന്റെ മേൽ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് സകാത്തുൽ ലക്കും ഐ കഫാറത്തുൽ സയ്യിആതിക്കും, നിങ്ങളുടെ ദോഷങ്ങളെ പൊറുപ്പിക്കാനുള്ള ഒരു വഴിയാണ്. സ്വലാത്ത് കൊണ്ട് നിങ്ങളുടെ ദോഷം പുറത്തു കിട്ടുന്നതാണ്. ഇത് പറഞ്ഞിട്ട് റസൂലുള്ളാഹ് പറയുന്നു, മൻ സല്ലാ അലിയ വാഹിദത്തൻ സല്ലല്ലാഹു അലൈഹി അശ്റാ. 10 സ്വലാത്താണ്. ഒരു സ്വലാത്ത് നിങ്ങളുടെ നാവ് കൊണ്ട് ചൊല്ലുമ്പോ 10 സ്വലാത്ത് അല്ലാഹു ചൊല്ലുന്നു. അല്ലാഹു 10 സ്വലാത്ത് ചൊല്ലിയാൽ വമൻ സല്ലാ അലിയ അശ്റാ സല്ലല്ലാഹു അലൈഹി മിആ.
ഒരാള് 10 സ്വലാത്ത് ചൊല്ലുന്നുവോ അല്ലാഹുവിന്റെ അരികിലേക്ക് 100 സ്വലാത്ത് ചൊല്ലും. എന്നിട്ട് പറയാ വമൻ സല്ലാ അലയ്യ മിഅതൻ ഖതബല്ലാഹു ലഹു ബൈന ഐനൈഹി ബറാഅത്തും മിനൻ നിഫാഖ് വബറാഅത്തും മിനൻ നാർ. 100 സ്വലാത്തെങ്ങാനും അല്ലാഹു ഒരു അടിമക്ക് വേണ്ടി ചൊല്ലിപ്പോയാൽ അവൻ ഒരിക്കലും മുനാഫിക്കിൽ പെട്ടുപോകില്ല, നരകത്തിനു തൊട്ട് അല്ലാഹു കാക്കുന്നു. വസ്കനഹുല്ലാഹു യൗമൽ ഖിയാമത്തി മഅശ്ശുഹദാ. സ്വഹാബികളെ, ഹംസത്തുൽ കറാറിനെ പോലെ കരള് പോലും ദീനിനു വേണ്ടി സമർപ്പിച്ചു പോയ ശുഹദാക്കളുടെ കൂടെ അവന് സ്വർഗത്തിൽ കിടക്കാം. അതുകൊണ്ട് ഫഅക്തിറൂ മിനസ് സ്വലാത്തി അലയ്യ, സ്വലാത്ത് ചൊല്ലാൻ മറക്കല്ല. വീട്ടിലിരിക്കുമ്പോ ഭക്ഷണം പാകം ചെയ്യുമ്പോ ഉമ്മമാരെ സാധാരണ ചൊല്ലുന്ന സ്വലാത്ത്, ആ സ്വലാത്ത് എത്ര കണ്ട് ചൊല്ലാൻ കഴിയോ അത്ര കണ്ട് അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് നൽകുന്നതാണ്. ഇത് പറഞ്ഞിട്ട് നബി തങ്ങൾ പറയാം, അവിടുന്ന് വിവരിക്കുന്നു, പള്ളിക്കാട്ടിലെ ഖബറിൽ ചെന്ന് നിങ്ങൾ അങ്ങ് കിടക്കുമ്പോ ആ തിരിയാൻ മറിയാൻ കഴിയാത്ത മണ്ണറയിൽ നിങ്ങൾ കിടക്കുമ്പോ അക്സറൂ മിനസ് സ്വലാത്തി അലയ്യ ഫഇന്ന അവ്വല മാ തുസ്അലൂന ഫിൽ ഖബ്രി അന്നീ. എന്റെ അരികിലേക്ക് സ്വലാത്ത് ചൊല്ലിയ ഏതെങ്കിലും ഒരു മുസ്ലിം ഖബറിലേക്ക് അങ്ങ് പോയി കിടക്കുമ്പോ എന്നെ കുറിച്ച് ചോദിക്കും അൽഹംദുലില്ലാഹ്. ആ സമയത്ത് അവൽ പുഞ്ചിരിയോടെ മറുപടി പറയാൻ കഴിയുന്നതാണ്. ഇത് പറയുന്ന ലോകത്തിന്റെ നേതാവ് വിവരിക്കുന്നു, മുസ്ലിമീങ്ങളെ, കടമുള്ള മുസ്ലിമീങ്ങളെ, കടത്തോടുകൂടെ മരിക്കുന്നവന് വല്ലാത്ത ശിക്ഷയാണ്. കണ്ടോ, മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹിന്റെ അരികിൽ പഠിച്ചൊരു മുതഅല്ലിമായ ഒരു സ്വഹാബിയായ ശിഷ്യനാണ്. അവിടുന്ന് മരണപ്പെട്ടു. മദീനത്തെ പള്ളിയിൽ കൊണ്ടുവരുന്നു. എല്ലാവരും തടിച്ചുകൂടി നിൽക്കുന്നു, മുഴുവൻ സഫ് കെട്ട് നിൽക്കുന്നു. ഇമാമ് നിൽക്കാൻ റസൂലുള്ളാഹിനെ കാണുന്നില്ല. എന്താണ് പറ്റിയത്? മാതാപിതാക്കളെ, പ്രായമുള്ള പിതാക്കളെ നബി തങ്ങളോട് ചെന്ന് പറഞ്ഞു. ഹബീബിന്റെ മറുപടി, സ്വഹാബികളെ, നിങ്ങൾ നിസ്കരിച്ചോളൂ, അവന് കടമുണ്ട്. കടത്തോടുകൂടെ മരിച്ചവന് ഞാൻ മയ്യിത്ത് നിസ്കരിക്കാറില്ല, ഞാൻ മയ്യിത്ത് നിസ്കരിക്കാറില്ല. സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ കൂട്ടുകാരന്റെ കടം ഞങ്ങൾ വീട്ടിക്കൊള്ളാം നബിയേ. റസൂലുള്ളാഹ് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞു. സ്വഹാബികൾക്ക് പല സംശയങ്ങൾ. ഒരു സ്വഹാബി ചോദിച്ചു പോയി, യാ റസൂലല്ലാഹ്, ഒരു മനുഷ്യൻ ദീനിന് വേണ്ടി കരട് പോലും സമർപ്പിച്ചു, ദീനിന് വേണ്ടി എല്ലാം സമർപ്പിച്ചു, ഷഹീദായി മരണപ്പെട്ടു. വീണ്ടും അതാവൻ ജീവിക്കുന്നു, വീണ്ടും അതാ മരിക്കുന്നു, വീണ്ടും ജീവിക്കുന്നു, വീണ്ടും ഷഹീദായി മരിക്കുന്നു, വീണ്ടും ജീവിക്കുന്നു. 4-5 പ്രാവശ്യം ജീവിച്ചിട്ട് ഷഹീദായി മരിക്കുന്നു. അവന് രക്ഷപ്പെടാൻ കഴിയുമോ നബിയേ? ശബ്ദം കേൾക്കുന്ന മുസ്ലിമീങ്ങളെ, കടമുള്ളവരുണ്ടോ? നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചോ? കടത്തോടുകൂടെ മരിച്ചാൽ ഖബറാളിക്കത്തുന്ന തീകുണ്ടാരമല്ലേ? അവിടുന്ന് പറയുന്നു, നബിയേ, 4-5 പ്രാവശ്യം ഹയാത്തായി, ആ സമയത്തൊക്കെ ഷഹീദായി മരിച്ചു, അവന് രക്ഷയുണ്ടോ? ആ സമയത്ത് നബി തങ്ങളുടെ മറുപടി, യുഗ്ഫറു ലിശ്ശഹീദി ജമീഉ ദുനൂബ് ഇല്ല ദൈൻ. നാട്ടുകാരെ, ഒരു ഗൗരവമുള്ള വാക്കാണ്. വഅദിന്റെ ഇടയിൽ ഞാനൊന്ന് പറഞ്ഞു പോയത്. യുഗ്ഫറു ലിശ്ശഹീദി ജമീഉ ദുനൂബ്, ഒരു ഷഹീദിന്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഇല്ല ദൈൻ, കടമുടിച്ച് കടം അല്ലാഹു മാപ്പ് കൊടുക്കില്ല. ഹംസത്തുൽ കറാറിനെ പോലെ കരള് പോലും ദീനിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഷഹീദായി മരിച്ച മനുഷ്യന്റെ മുഴുവൻ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. കടമുണ്ടോ? അല്ലാഹു മാപ്പ് കൊടുക്കില്ല, അല്ലാഹു പുറത്തു കൊടുക്കില്ല. അത്രയും വലിയ രംഗമാണ് കടം. കടത്തോടുകൂടെ മരിക്കാൻ ആർക്കാണ് ആഗ്രഹമുള്ളത്? കടത്തിൽ മുങ്ങിക്കുളിച്ച മുസ്ലിമേ, പല രോഗങ്ങളെ കൊണ്ട്
അലട്ടി ജീവിക്കുന്ന ഓ ഉമ്മമാരെ, കാരുണ്യത്തിന്റെ നേതാവ് സാധുക്കളായ നമ്മോട് പറയുന്നത് കണ്ടോ, മൻ അസുറത്ത് അലൈഹി ഹാജത്തുഹു, ആർക്കെങ്കിലും കടം ഉണ്ടായി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന് രോഗമോ മറ്റോ മറ്റു വിഷമങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടു പോയാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന് ശാരീരികമായോ മാനസികമായോ വല്ല പ്രശ്നമുണ്ട് എങ്കിൽ എന്റെ അരികിലേക്ക് സ്വലാത്ത് ചൊല്ലടേ, ഫഇന്നഹാ തക്ഷിഫുൽ ഹുമൂമ വൽ ഗുമൂമ വൽ ഖുറൂബ് വതുക്സിറുൽ അർസാഖ്. സ്വഹീഹായ ഹദീസിൽ കാണാം, ഫഇന്നഹാ തക്ഷിഫുൽ ഹുമൂമ, മനപ്രയാസങ്ങളെ നീക്കിക്കളയുന്നതാണ്, വൽ ഗുമൂമ, എടങ്ങാറ് മുസീബത്തുകളെ നീക്കിക്കളയുന്നതാണ്, വതുക്സിറുൽ അർസാഖ്, വീട്ടിൽ അല്ലാഹു മക്കൾക്ക് ഭക്ഷണവും മറ്റും കൊടുക്കുന്നതിൽ ഒരു വിശാലത നൽകുന്നതാണ്. സ്വലാത്ത് കൊണ്ട് വീട്ടിൽ ബർക്കത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്തൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണോ സ്വലാത്ത് ചൊല്ലുന്നത്, അല്ലാഹു തആല ആ ലക്ഷ്യത്തെ പൂർത്തിയാക്കുന്നതാണ്. ഏത് വലിയ വിഷമഘട്ടത്തിലും റസൂലുള്ള കൈപ്പിടിക്കുന്നതാണ്. അതുകൊണ്ടല്ലേ നാട്ടുകാരെ, അബുൽ ഹസൻ ശാദുരി റളിയല്ലാഹു അൻഹു, നബി തങ്ങളുടെ മുഖം കാണാൻ ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യനാണ്, പാണ്ഡിത്യത്തിന്റെ വ്യക്തിയാണ് പറയുന്നത്. അബുൽ ഹസൻ ശാദുരി റളിയല്ലാഹു അൻഹു, ശാദുരി തങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു. ആരുമില്ലാത്തൊരു കാട്ടിലേക്ക്, ഒരു വലിയ ചെരുവിലേക്ക് അങ്ങ് പോകുന്നു. ഏകദേശം മഗ്രിബോടടുക്കുകയാണ്. സമയമിതാ കഴിയുന്നു, രാത്രിയോടടുക്കുന്നു. ഒരു മൃഗത്തെ കാണുന്നു. പടച്ചവരെ, എന്താണ് മൃഗം? നോക്കുന്ന സമയത്ത് വലിയൊരു സിംഹമാണ്, അല്ലെങ്കിൽ വലിയൊരു പുലിയാണ്. ആ പുലിയെ കാണുന്ന സമയത്ത് ശാദുരി തങ്ങൾ അൽഹംദുലില്ലാഹ് ആശിഖുർ റസൂലാണ്, സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു മഹാനാണ്. ഓ പ്രായമുള്ള പിതാക്കളെ, ദീനിന്റെ ചുണക്കുട്ടികളായ എന്റെ സഹോദരങ്ങളെ, ബുദ്ധിയുള്ള എന്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ, നമ്മൾ വിലയിരുത്താൻ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനാണ് നമ്മൾ നിരാശരാവേണ്ടത്? റസൂലുള്ളാഹിനെ പിടിച്ചിട്ട് നമുക്കറിയാതെ കുറച്ച് സ്വലാത്ത് ചൊല്ലാൻ കഴിഞ്ഞാൽ ഒരുപാട് നേട്ടമുണ്ട്. ആ പുലി അങ്ങനെ വരുന്നു, ഒരു ഇടവടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലമില്ല. ശാദുരി തങ്ങള് ഒന്ന് തട്ടിപ്പോയി, കാരണം ഒന്ന് മാറി നിൽക്കാൻ സ്ഥലമില്ല. രണ്ട് ഭാഗവും വലിയ കുന്നുകളാണ്, അതിന്റെ ഇടയിലൂടെ ചെറിയൊരു ഇടവടി, ആ വടിയിലൂടെയാണ് പുലി ഇങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് ശാദുരി തങ്ങൾ പറഞ്ഞു, സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, നബിയേ ഇന്നക ഖുൽത, തങ്ങൾ പറഞ്ഞില്ല നബിയേ. എന്താണ് പറഞ്ഞത്? മൻ സ്വല്ലാ അലയ്യ മറത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ. തങ്ങൾ വിവരിച്ചില്ലേ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 സ്വലാത്ത് ചൊല്ലുമെന്ന്. മാത്രമല്ല, അങ്ങയുടെ അരികിലേക്ക് സ്വലാത്ത് ചൊല്ലിയാൽ മൻ അസ്റത അലൈഹി ഹാജതു, എടങ്ങാറ് വരുന്ന സമയത്ത്, കുടുക്ക് വരുന്ന സമയത്ത് നബിയെ തങ്ങൾ സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞല്ലോ. ഞാനിതാ ഇവിടെ വെച്ച് സ്വലാത്ത് ചൊല്ലുന്നു. ഫഫഅൽതു ദാലിക, ഞാനിതാ സ്വലാത്ത് ചൊല്ലുന്നു. നബിയെ അങ്ങയുടെ വാക്ക് ഹഖാൻ, ഒന്നുകിൽ ഈ പുലി എന്നെ പിടിക്കും, അല്ലെങ്കിൽ ആ സ്വലാത്തിന്റെ മഹിമ ഞാൻ കാണും. ഈമാനുള്ള മഹാൻ അവിടുന്ന് സ്വലാത്തങ്ങ് ചൊല്ലി. അതാ ഒരു മൂലയിൽ ഇരിക്കുന്നു മുതഅല്ലിമീങ്ങളെ, ബഹുമാനപ്പെട്ട ശാദുരി തങ്ങൾ ഈ സ്വലാത്തങ്ങ് ചൊല്ലൊരു മൂലയിൽ ഇരിക്കുമ്പോ ചാരില്ല എന്ന രൂപത്തിൽ, തൊട്ടില്ല എന്ന രൂപത്തിൽ ആ മൃഗമതാ പുലിയതാ മെല്ലെ മെല്ലെ വരുന്നു. ശാദുരി തങ്ങളൊരു നോട്ടം, അതൊരു പേടിയുടെ തലമല്ലേ, അത് വല്ലാത്ത രംഗമാണ്. പക്ഷേ ആ പുലിയുണ്ടല്ലോ, ശാദുരി തങ്ങൾ എങ്ങനെ നോക്കുമ്പോ അതങ്ങനെ പോകുന്നു. ശാദുരിയെ ഒന്നും ചെയ്തില്ല. ഇത് കഴിഞ്ഞിട്ട് ഓടി വന്ന ശിഷ്യഗണങ്ങളോട് പറയ, മക്കളെ
ഒരു ദിവസം നിങ്ങൾ റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലാതെ കിടന്നുറങ്ങരുത്. ഒരു 100 സ്വലാത്തെങ്കിലും 5 മിനിറ്റ് വേണ്ട, 8 മിനിറ്റ് കൊണ്ട് 100 സ്വലാത്ത് ചൊല്ലിക്കൂടെ? 100 സ്വലാത്തെങ്കിലും ചൊല്ലാത്ത ഒരു ദിവസം ഉണ്ടാവരുത്. ഏത് വിഷമഘട്ടത്തിലും റസൂലുള്ള നിങ്ങളെ കൈപ്പിടിക്കുന്നതാ. തമസ്സക് ബിൽ നബിയ്യി വകുല്ലു ശഅബിൻ യഹൂനു ഇദാ തമസ്സക ബിൻ നബിയ്യി. റസൂലുള്ളാഹിനെ പിടിച്ചാൽ ഒന്നും പേടിക്കണ്ട എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ നാട്ടുകാരെ, ഏത് നിർണായക ഘട്ടത്തിലും നമ്മുടെ കേന്ദ്രം അത് റസൂലുള്ളാഹി. ചൊല്ലിക്കോളൂ, റസൂലുള്ളാഹി. ഏതൊരു നിർണായക ഘട്ടത്തിൽ അൽഹംദുലില്ലാഹ് 3 ദിവസവും ഞാൻ മുന്നിൽ കാണുന്ന കുറച്ച് ആളുകൾ ഇവിടെ വന്ന് അല്ലാഹുവിന്റെ ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. ഒരു വല്ലാത്ത കുടുക്ക് കുടുങ്ങുന്ന സമയം നബിത്തങ്ങളെ പിടിക്കുക. യാ മൽജഅൽ ഖുറബാ, പാവങ്ങളുടെ അഭയകേന്ദ്രമായ നബിയേ, പാവങ്ങളുടെ അഭയകേന്ദ്രമായ നബിയേ. എവിടെയാണ്, ആരെയാണ് സഹായിക്കാത്തത്? ഏത് സമയത്തും, ജീവിതകാലത്തും അല്ലാത്തപ്പോഴൊക്കെ റസൂലുള്ള നമ്മുടെ കൈപ്പിടിക്കും. ആ ഒരു ബന്ധം, നബിത്തങ്ങളുമായുള്ള ഒരു ബന്ധം, അതിനെന്താ വഴി? ശാഫിഈ ഇമാമിനെ പോലെയുള്ള ആളുകൾ അവിടുന്ന് പഠിപ്പിക്കുന്ന സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് നബിത്തങ്ങളോട് ബന്ധം സ്ഥാപിക്കുക. അവിടുത്തെ ശിഷ്യഗണത്തിൽപ്പെട്ട അബൂബക്കർ ശാഫിഈ റളിയല്ലാഹു അൻഹു, ഉസ്താദ് വഫാത്തായി. നബിത്തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു ശിഷ്യൻ, എന്റെ ഉസ്താദിന് എന്ത് പറ്റി? അവിടുന്ന് പറയുന്നു, ലാ ഹിസാബ് അല്ലാഹുമ്മ യസ്സിർ ഹിസാബി. റസൂലുള്ളാഹിക്ക് ദുആ ചെയ്തപ്പോ ആയിഷ ബീവി വന്നിട്ട് പറയ, നബിയേ, എന്താണ് അവിടുന്ന് ഇങ്ങനെ ദുആ ചെയ്യുന്നത്? എന്റെ ആയിഷ, അല്ലാഹു വിചാരണ ചെയ്യാൻ പുറപ്പെട്ടാൽ ഫഖദ് ഹലക, അവനങ്ങ് നശിച്ചു പോകും. അത്രയും ഭയാനകതയാണ് വിചാരണ. എന്നാൽ ഓ അബൂബക്കർ ശാഫിഈ, നിങ്ങളുടെ ഉസ്താദായ ശാഫിഈ ഇമാമിന് വിചാരണയില്ല. ഞാൻ റബ്ബിനോട് ദുആ ചെയ്തിട്ടുണ്ട്, ബികസറത്തി സ്വലാത്തി അലയ്യ, എന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചത് കാരണമായി. അതുകൊണ്ട് ശാഫിഈ ഇമാം പഠിപ്പിക്കുന്നു, സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവന് കടമുണ്ടാവില്ല. കടം തീരണമെന്ന് പറഞ്ഞിട്ട് സ്വലാത്ത് വർദ്ധിപ്പിച്ചോ, അല്ലാഹു അവനെ കടം കൊടുത്തു കുടിക്കില്ല. രോഗമുള്ളവരെ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ, രോഗം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കില്ല. വീട്ടിൽ ഷർറുകളും പൈശാചികമായ ഷർറുകളിൽ നിന്നും ഉമ്മമാരെ സ്വലാത്ത് കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് കാരുണ്യത്തിന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ആരിഫീകൾ പഠിപ്പിക്കുന്നു. ഏത് ഘട്ടത്തിലും നമ്മുടെ കൈപ്പിടിക്കുന്നത് റസൂലുള്ളാഹി. നബിത്തങ്ങളാണ്, തർക്കമില്ല. മുഹമ്മദുർ റസൂൽ.